ഞങ്ങളുടെ സുന്ദരിയെ കണ്ടോ? എങ്ങനെയുണ്ട്? സെറ്റാണോ? ഇവളുടെ കുറച്ച് കഥകളൊക്കെ പറയാനുണ്ട് കേട്ടോ. ഇവളാള് ഇപ്പം കണ്ടോ എന്തൊരു പാവാട്ടാണ് ഇരിക്കുന്നത്. നമ്മളുടെ ഇൻഡോറായിട്ട് നമ്മളുടെ വീട്ടിൽ നിൽക്കുമ്പോഴേ ഇവർ ഭയങ്കര ക്യൂട്ടായിരിക്കും, ഭയങ്കര സൈലൻ്റ് ആയിരിക്കും. ഇതൊരു ഫീമെയിൽ ഡോഗാണ്. അപ്പോൾ ഞാൻ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ പുറത്തിറക്കി കഴിഞ്ഞാൽ ആൾ കില്ലാടിയാണ് കേട്ടോ, കില്ലാടി. നിന്നെക്കുറിച്ചാണ് പറയുന്നത്. നോക്ക കണ്ടോ ഉണ്ട്. പിന്നെ മുടി ഒട്ടും കെട്ടി വെക്കാൻ സമ്മതിക്കത്തില്ല. മുടി നമ്മളെങ്ങനെയെങ്കിലും ഇവിടെ പിന്നെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേ നന്നായിട്ട് കുടഞ്ഞെടുത്ത് കളയും. നിന്നെക്കുറിച്ച് മാത്രമുള്ള കുറ്റമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ശ്രദ്ധിക്ക്. ആരാ നോക്കി, ആരാ നോക്ക്. പിന്നെന്താ പറയാനുള്ളത് നിന്നെക്കുറിച്ച്? പറയടി അങ്ങോട്ട്. പിന്നെ ഫുട്ബോൾ കളി തുടങ്ങിയതിന് ശേഷം ആ ഷടിക്ക് ഉറക്കമേ ഇല്ല. ആരൊക്കെയാണോ ഫാനെന്ന് ഇനി ചോദിച്ച് നോക്കണം. ഇനി ജേഴ്സി ഒരെണ്ണം മേടിച്ച് കൊടുക്കണം ഇവർക്ക് കേട്ടോ. ഞങ്ങളുടെ കൊച്ചിനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. പറ, എല്ലാവരോടും പറ. നിന്നെ ഇഷ്ടപ്പെടുന്ന എല്ലായിടത്തും പറ. ചേട്ടന്മാരുണ്ട്, ചേച്ചിമാരുണ്ട്, എല്ലാവരും ഉണ്ട്. പറഞ്ഞേര് കേട്ടോ. ഞങ്ങളിനി നന്നാവുമെന്ന് പറഞ്ഞേര് കേട്ടോ. ഇനി ഞങ്ങളിങ്ങനെ ഒന്നും ചെയ്യത്തില്ല, ഞങ്ങളിനി നന്നായിക്കോളാം, അച്ഛനും അമ്മയും പറയുന്ന എല്ലാം നന്നായിട്ട് കേട്ടോളാന്ന് പറ കേട്ടോ. കേട്ടോ. പിന്നെ അടുത്ത ആളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. കുരുത്തം കേട്ടോളാണേ. നിങ്ങളെല്ലാം ചോദിക്കത്തില്ലേ കുട്ടിമണി എന്തിയെ, കുട്ടിമണി എന്തിയെന്ന്? ഇതായിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ മുതൽ. എവിടെട്ടെങ്കിലും പോകാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ കച്ചാ കച്ചാ കച്ചാന്ന് കിടന്ന് വിളിയാ ഇല്ലേ? ആണോ? അച്ചാച്ചാന്ന് കിടന്ന് വിളിയല്ലേ? അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, നിന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പറഞ്ഞു കൊടുക്ക് ഇല്ലയോ? അച്ഛനെന്തി ഇപ്പം എന്തൊന്നും പറയാനില്ലേ? ഇവളെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. ആര് എവിടെ വന്നാലും ഗേറ്റിന് കുറച്ച് മുന്നിലായിട്ട് എവിടെ വന്നെന്ന് പറഞ്ഞാലും അപ്പോൾ ഇൻഫർമേഷൻ തരും. പിന്നെ എൻ്റെ വണ്ടിയുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഇവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും കേട്ടോ. അത് പ്രത്യേകിച്ച് ഇവർക്ക് എങ്ങനെയാണ് അതിൻ്റെ കഴിവെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ വണ്ടിയുടെ സൗണ്ട് കേട്ടാൽ തന്നെ അപ്പോഴേ ഇവൾ തുടങ്ങും അച്ഛാന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ കുട്ടികളോടൊക്കെ ഭയങ്കര കമ്പനിയാണ്, എല്ലാവരോടും നല്ല കമ്പനി തന്നെ. പക്ഷേ ഇങ്ങനെയുള്ള പെറ്റ്സൊക്കെ നമ്മുടെ കയ്യിലുള്ളപ്പം നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷമാണ് കേട്ടോ. നമ്മളൊരുപാട് ടെൻഷനായാലും കുറച്ച് സ്ട്രെസ്സൊക്കെ അനുഭവിച്ചിട്ടൊക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇവരുടെ അടുത്തോട്ടൊക്കെ കുറേ നേരം ഇതുപോലെ സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നൊരു സമയം എന്ന് പറഞ്ഞാൽ നല്ലൊരു ടൈം. ഇതിനു വേണ്ടിയിട്ട് നമ്മളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഇതിലോട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ. എല്ലാവർക്കും ഇപ്പം ഞാൻ പറയുന്നതിൻ്റെ കൂട്ട് അങ്ങനെ ആവണമെന്നൊന്നുമില്ല. വാ കുട്ടിമണി, വാ ഇങ്ങോട്ട് വാ. ഉമ്മയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എന്നാ തരുന്നതെന്നറിയോ? കുട്ടിമണി ഒരു ഉമ്മ വന്നേ, അച്ഛനൊരു ഉമ്മ വന്നേ. കണ്ട എല്ലാവരും നിന്നെക്കുറിച്ച് ചോദിക്കുന്നു, കുട്ടിമണി എന്തി, കുട്ടിമണിയെ പട്ടത്തിൻ്റെ തൊട്ട് വീഡിയോക്കകത്ത് എന്താ കാണിക്കാത്തേ എന്നൊക്കെ ചോദിക്കുന്നു. അതെങ്ങനെ? അവൾ ഫുൾ ടൈം ബിസിയാണ്. ഒരിക്കലും അടങ്ങിയിരിക്കത്തില്ല കേട്ടോ. ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ വരണം. കൊണ്ടുപോയില്ലെങ്കിലും എന്തൊക്കെ പള്ളാ പറയുന്നതെന്നറിയാം. കുഞ്ഞിഞ്ഞു വന്നേ, മോളിഞ്ഞു വാ. ദാണ്ട ചോദിക്കുന്ന ഡീ മോളിഞ്ഞു വാ. എന്തിനി? ദാണ്ട ഇങ്ങോട്ട് വാ വാ വാ. കണ്ടോ എല്ലാവരുടെ അടുത്തും ദാണ്ട നോക്ക്, കണ്ടോ? കാണിച്ചു കൊടുക്ക്. ഇനി എന്ത് പരിപാടി നിൻ്റെ? തറയിലോട്ട് വെക്കട്ടെ? ഇവർ തമ്മിലുള്ള കമ്പനി പക്കയാണ് കേട്ടോ, രണ്ടുപേരും കമ്പനി. പക്ഷേ ഇടയ്ക്ക് ഇവർക്ക് കണ്ട ഇപ്പോൾ ഈ ജാനിക്ക് ഭയങ്കര ജാടയാണ് കേട്ടോ. വേറെ കാര്യമുണ്ട്, ഞാൻ മുന്നിലത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ജാനിക്കിപ്പോൾ കുട്ടിമണി തീരെ ഇഷ്ടമല്ല. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും മനസ്സിലാവുന്നുമില്ല. പാവം പിടിച്ചവളാണെങ്കിൽ ഇവളുടെ അടുത്ത് എങ്ങനെയെങ്കിലും മിണ്ടാൻ വേണ്ടിയിട്ട് പോകും. ഞാൻ ലൈവ് കാണിച്ചു തരാം. ഇത് കണ്ടോ, നിങ്ങൾ നോക്ക്. അവൾക്കൊരു പിണക്കൊരു, പക്ഷേ ജാനി കാണിക്കുന്നുണ്ടോ? അവളെ കണ്ടപ്പോഴത്തേക്ക് നീണ്ടു നടന്ന ഒറ്റ കിടത്തുക. ഇടയ്ക്കിടയ്ക്ക് കള്ളക്കണ്ണിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. മോളങ്ങോട്ട് ചെല്ല്, ചോദിക്ക്, അവളോട് ചോദ്യം. ജാനി എന്താ കുട്ടിമ എടുത്ത് മിണ്ടാത്തേ? എന്താ പ്രശ്നം നിൻ്റെ? എന്താ പ്രശ്നം? അവൾ പാവമല്ലേ? എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. നിന്നെ നാണം കെടുത്തു. പറ. കണ്ടോ, അവൾ പാവമാണ്, നിൻ്റെ അടുത്ത് വരാനാണ് നോക്കുന്നതെല്ലാം. ഇത്രയാണ് ഇന്നത്തെ വിശേഷം. ഞാൻ ബാക്കി അപ്പം ഞാൻ അപ്ഡേറ്റ് തരാം കേട്ടോ. ഓക്കെ, ബൈ, സീ യു.